എല്ലാവർക്കും നമസ്കാരം. SBIയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. റിക്രൂട്ട്മെന്റിലേക്ക് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതല്ല, ഷോർട്ട് ലിസ്റ്റിംഗും ഇന്റർവ്യൂവിന്റെ ബേസിസിലാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. സ്ഥിര ജോലിയാണ്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. റിക്രൂട്ട്മെന്റിലേക്ക് വന്നിരിക്കുന്ന പോസ്റ്റും അതിന്റെ വേക്കൻസിയും നമുക്ക് ആദ്യം നോക്കാം. വന്നിരിക്കുന്ന പോസ്റ്റ് മാനേജർ ക്രെഡിറ്റ് അനലിസ്റ്റ് ആണ്. ടോട്ടൽ 63 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് 26 വേക്കൻസി, EWSന് 5 വേക്കൻസി, OBCക്ക് 14 വേക്കൻസി, STക്ക് 7 വേക്കൻസി, SCക്ക് 11 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 63 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 35 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. സോ ഇതിലൂടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷനും MBA ഫിനാൻസ്, അതല്ലെങ്കിൽ PGDBA അല്ലെങ്കിൽ PGDBM, അതല്ലെങ്കിൽ MMS ഫിനാൻസ്, അതല്ലെങ്കിൽ CA അല്ലെങ്കിൽ CFA അല്ലെങ്കിൽ ICW ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. റിക്രൂട്ട്മെന്റിലേക്കുള്ള സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് 85,920 ബേസ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ അലവൻസുകൾ ലഭിക്കുന്നതാണ്. DA, HRA, CCA, പ്രൊവിഡന്റ് ഫണ്ട്, അല്ല NBS, ലീവ് ഫെയർ കൺസെഷൻസ് ഒക്കെ ലഭിക്കുന്നതാണ്. മെഡിക്കൽ ഫെസിലിറ്റി എല്ലാം ലഭിക്കുന്നതാണ്. ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് മാസം സാലറി ആയിട്ട് ലഭിക്കുന്ന പോസ്റ്റാണ്. സോ അപേക്ഷ അയക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് 2 ഒക്ടോബർ 2025 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യാം. 35 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 63 വേക്കൻസിയാണ്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. താങ്ക്